വേനൽ കടുത്തതോടെ കേരളത്തിൽ പല ജില്ലകളിലും അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തി. കേരളത്തിൽ 2 ജില്ലകളിൽ UV ഇൻഡെക്സ് 11 മുകളിലും എത്തി. ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ലെവലിലാണ് UV ഇൻഡെക്സ്. 8-നും 10-നും ഇടയ്ക്ക് അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം വരുമ്പോഴാണ് ഓറഞ്ച് അലർട്ട്. കോട്ടയം 10, കൊല്ലം 8, മലപ്പുറം 9, പാലക്കാട് 8 എന്നിങ്ങനെയാണ് UV ഇൻഡെക്സ്. എറണാകുളം 7, കോഴിക്കോട് 7, തൃശൂർ 6, തിരുവനന്തപുരം 7, വയനാട് 6 എന്നിങ്ങനെയാണ് UV ഇൻഡെക്സ്. യെല്ലോ ലെവലാണ് ഈ ജില്ലകളിൽ. കണ്ണൂർ 5, ആലപ്പുഴ 5, കാസർഗോഡ് 4 എന്നിങ്ങനെയാണ് UV ഇൻഡെക്സ്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആയതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മാർച്ച് 16-ന് ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36-38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.